നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈദ, പഞ്ചസാര, ഇച്ചിരി മഞ്ഞപ്പൊടി, ഇച്ചിരി ജീരകം, പിന്നെ ഒരു ഏത്തക്ക, പിന്നെ ഒരു ബൗളും. ഇത് മാവ് കുഴയ്ക്കാനായിട്ട്. അപ്പൊ ഇത് വറുത്തെടുക്കാനുള്ള വെളിച്ചെണ്ണയാണ് ഇത്. നമുക്ക് നേരെ വീഡിയോ. പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. ഏത്തക്ക വാങ്ങിക്കുമ്പോൾ നല്ലതായിട്ട് പഴുത്തത് നോക്കി വാങ്ങിക്കണം. പിന്നെ ഞാനിവിടെ വാങ്ങിച്ചിരിക്കുന്നത് നല്ല പഴുത്തതാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ തൊലി കളയാം. നമ്മുടെ ഏത്തക്കയുടെ തൊലി കളഞ്ഞു. അപ്പൊ നമ്മള് ഏത്തക്കയുടെ തൊലിയെല്ലാം കളഞ്ഞ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നേരെ പകുതിയായിട്ട് ഇങ്ങനെ മുറിക്കണം. അപ്പൊ നമുക്കിത് മുറിക്കാം. നമ്മളിത് മുറിച്ചെടുത്തു. നമുക്കിനി ഇതിന് വേണ്ട മാവ് റെഡിയാക്കാം. അപ്പൊ നമ്മൾ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇച്ചിരി പഞ്ചസാര 2 സ്പൂൺ പഞ്ചസാര ഇട്ടു. ഞാനിട്ടാം ചീക്കര. നമ്മൾ 2 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ജീരകം ഇടാം. ഞാനിടാം നിനക്ക് അളവാറിയത്തില്ല. ജീരകം ഇട്ട് കൊടുക്കാം. അപ്പോൾ ജീരകം ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് മഞ്ഞപ്പൊടി ഇടാം. ഇപ്പൊ നമ്മള് മഞ്ഞപ്പൊടി ഇച്ചിരി ഇട്ടു. ഇനി ഇതിലേക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ച് വെള്ളം പോലത്തെ ആ ഒരു പരിപാടി നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. മതി ഒഴിച്ച് ഇച്ചിരി കൂടെ നിക്ക് ഞാനല്ലേ കുഴക്കുന്നത്. നല്ല രസം കാണത്തില്ലേ? എന്റെ ഇവത്തെ 2 വലിയ എല്ലതാ എപ്പോഴും മുട്ടായി തീറ്റിയല്ലേ, അപ്പൊ പിന്നെ ഇളകാതിരിക്കൂ. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളുപ്പും കൂടെ നമ്മൾ ഇതിനകത്തോട്ട് ഇടുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒന്നും കൂടെ കുഴപ്പിക്കാം. ഇതാണ് അതിന്റെ പരുവം. കണ്ടോ? അപ്പൊ നമുക്ക് സ്റ്റൗ കത്തിക്കാം. ഇനി നമ്മുടെ എണ്ണ ഒന്ന് ചൂടായി തിളച്ചു വരും. അപ്പോഴാണ് നമ്മൾ ഈ പഴം ഇതിനകത്ത് നോക്കി തിരിക്കും. അതെ, അപ്പൊ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. കുറച്ച് നേരം ഒന്ന് ഹീറ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ
ടിപ്പ് എന്ന് പറയുന്നത് പുളിക്കാത്ത അരിമാവ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ ഏത്തക്കാപ്പത്തിൽ നിന്ന് നല്ല മയം കിട്ടും. അപ്പം നമുക്ക് ഇത് 1 ടേബിൾ സ്പൂണാണ് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു മോളെ, ഒഴിച്ചു കൊടുത്താൽ കുഴപ്പമില്ല മോളെ, ഒഴിച്ചോ. മോളെ ഇളക്കിയാലും കുഴപ്പമില്ല. അപ്പൊ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇത് ഏത്തക്ക നമുക്ക് മുക്കി വെച്ച് വെക്കാം. എണ്ണയില് വെച്ച് വെക്കാം. വെച്ച് ഇതല്ല വേണ്ട, എന്നെ കയ്യിലും പോലും വാക്കാൻ സമ്മതിക്കൂല. ഞാൻ 3 സഹിക്കാം. ഇപ്പൊ വേണ്ട, ഇത് ഒരെണ്ണം ഇട്ടേ ഇട്ട് കൊടുക്കാം. ചേർക്കാം. ഇത് ചെറിയ തീയിലിട്ട് വേണം നമുക്കിത് വറുത്ത് പോരാൻ. നമ്മുടെ ഏത്തക്കാപ്പ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പാല് ഇവിടെ ഓടിച്ചാടി ഇങ്ങനെ കളിക്കുകയാണ്. ഇവിടെ കഴിക്കാനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ രണ്ടുപേരും. എങ്ങനെ ഉണ്ടാവും? കുട്ടികൾ ഇത് മുതിർന്നവരുടെ സഹായത്തോടെ ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ കയ്യിലൊക്കെ ഇതിങ്ങനെ തെറിച്ച് കൈയൊക്കെ കൊള്ളും. അതുകൊണ്ട് നമ്മുടെ ഏത്തക്കാപ്പ ഇവിടെ റെഡിയാവാണ്. ഏത്തക്കാപ്പ നമ്മള് റെഡിയാക്കി. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അത് മാറ്റല്ലെങ്കിൽ പൊള്ളും. അപ്പൊ നമ്മുടെ ഏത്തക്കാപ്പം റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ഇത് മൊത്തം കഴിച്ച് ഫുള്ളാക്കാൻ. നല്ല സോഫ്റ്റ്, നല്ല മയമുണ്ട് തോന്നുന്നു. നമുക്കിതൊന്ന് അവിടെ നിന്ന് വെള്ളം ഇറക്കുക. അപ്പൊ ഈ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ മറക്കരുത്, കുട്ടികൾ ഇത് ട്രൈ ചെയ്യുമ്പോൾ മുതിർന്നവരുടെ സഹായത്തോടെ ഇത് ട്രൈ ചെയ്യാവൂ. വാവ അതോടെ കടിച്ച് കഴിച്ചു മൊത്തം കഴിക്കും ഇപ്പം.